നമസ്കാരം. ഒരു വീട്ടിലെ വളരെയേറെ പ്രധാനപ്പെട്ട മുറിയാണ് പൂജാമുറി. നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം എത്തുന്നത് വീട്ടിലെ പൂജാമുറിയിൽ നിന്നുമാണ്. പൂജാമുറി വൃത്തിയാക്കുമ്പോൾ, പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ വയ്ക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാസ്തുപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചില സാധനങ്ങൾ പൂജാമുറിയിൽ വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരും. നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഇനി പറയുന്ന സാധനങ്ങൾ പൂജാമുറിക്കുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ അവ പൂജാമുറിയിൽ നിന്ന് മാറ്റേണ്ടതാണ്. പൂജാമുറിയിൽ എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാം, എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കരുത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇനി പറയുന്ന സാധനങ്ങൾ അബദ്ധത്തിൽ പോലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത്. ഒന്നിലധികം വിഗ്രഹങ്ങളും ചിത്രങ്ങളും. പൂജാമുറിയിൽ വിഗ്രഹങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ വെക്കാറില്ലേ? എന്നാൽ ഒന്നിലധികം വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പൂർവികരുടെ ചിത്രങ്ങളോ സൂക്ഷിക്കരുത്. ഭൈരവൻ, ശനിദേവൻ, കാളി എന്നിവരുടെ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കരുത്. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്ന ഭാവത്തിലുള്ളതാണെങ്കിൽ വെക്കാം. അതുപോലെ തകർന്ന വിഗ്രഹങ്ങൾ വെക്കരുത്. ചിത്രങ്ങളും അങ്ങനെ തന്നെ. തകർന്ന വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിലോ നദിയിലോ നിമജ്ജനം ചെയ്യണം. വീടിന് പുറത്ത് ഗണപതി വിഗ്രഹം വെക്കാനോ പാടില്ല. പലരും വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടി പ്രധാന വാതിലിന് മുകളിൽ ഗണപതി വിഗ്രഹം സ്ഥാപിക്കാറുണ്ട്. ഇക്കാര്യം ഒരിക്കലും ചെയ്യാനേ പാടില്ല. അതുപോലെ പൂജയ്ക്ക് ആവശ്യമാണെങ്കിൽ പൂജാമുറിക്കുള്ളിൽ അരി സൂക്ഷിക്കാം. പക്ഷേ പൊട്ടിയ അരി സൂക്ഷിക്കരുത്. മുഴുവൻ അരി മാത്രമേ സൂക്ഷിക്കാവൂ. പതിവായി ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ മാത്രം പൂജാമുറിയിൽ സൂക്ഷിക്കാം. പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പൂജാമുറിയിൽ ചില സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ലാത്തതുപോലെ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. പൂജ ചെയ്യുന്നതിനായി വിളക്കും ധൂപ സാമഗ്രികളും പൂജാമുറിയിൽ സൂക്ഷിക്കാം. കളിമണ്ണിൽ നിർമ്മിച്ച വിളക്കും ധൂപ വസ്തുക്കളുമാണ് നല്ലത്. പൂജാമുറിയിൽ ഒരു സ്വാസ്തിക സൂക്ഷിക്കണം. ഇത് ഐശ്വര്യത്തിന് പ്രതീകമാണ്. സ്വസ്തിക ചിഹ്നം ഗണപതിയുടെ പ്രതീകവുമാണ്. ഇത് മൊത്തത്തിൽ ഐശ്വര്യമാണ്. പൂജാമുറിയിൽ കലശം സൂക്ഷിക്കാം. കലശത്തിൽ കുങ്കുമം പൂശിയ സ്വസ്തികയാണുള്ളത്, ഐശ്വര്യമാണ്. അതുപോലെ ശംഖ് സൂക്ഷിക്കാം. ഇത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടെത്തിക്കുന്നതാണ്. സാമ്പത്തികമായും നിങ്ങൾക്ക് ഇത് ഫലപ്രദമാകും.